ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഔദ്യോഗിക എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ജറബറ ചെടിയെ കുറിച്ചാണ് പറയുന്നത്. ഞാനിത് ശിവഗിരിയിൽ നിന്നും വാങ്ങിയതാണ്. ശിവഗിരിയിൽ നിന്ന് എന്ന് പറയുമ്പോൾ ശിവഗിരി ഉത്സവ സ്ഥലത്ത് നിന്നും വാങ്ങിയതാണ്. അപ്പോൾ ഇതുപോലെ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ 3 എണ്ണം 100, 4 എണ്ണം 100 എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നത് കാണാം ജറബറ ചെടികൾ. നമ്മൾ അല്ലാതെ ഒരു ചെടി വാങ്ങുകയാണെങ്കിൽ ഒരു ചെടിക്ക് 120 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും, നല്ല ഒരു പൂത്ത് നിൽക്കുന്ന ചട്ടിയിലുള്ള ചെടിക്ക്. അപ്പോൾ ഇത് 4 എണ്ണം 100 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. അത് നമുക്ക് നട്ടുകൊടുക്കാം. ആദ്യമായിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കാം. ഇതിനു മുൻപും ഞാൻ ഇതുപോലെ വാങ്ങി ഉത്സവങ്ങളിൽ നിന്നൊക്കെ വാങ്ങി നട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പോട്ടി മിക്സ്, ചകിരിച്ചോറ്, കമ്പോസ്റ്റ്, അതുപോലെ മണല്, കുറച്ച് പെർലൈറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു മിശ്രിതത്തിലാണ് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് 4 എണ്ണം 100 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നല്ല ഇതുപോലത്തെ പ്ലാന്റുകൾ നമ്മൾ വാങ്ങാൻ ശ്രമിക്കുക. ഇതുപോലെ വേര് പിടിച്ച പ്ലാന്റുകളാണ് അവർ. ഈ ചെടികൾ എന്ന് പറയുന്നത് വ്യാവസായികമായിട്ട് പൂക്കൾക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ആളുകൾ അവരുടെ പൂക്കളുടെ ഉൽപാദനം കുറയുമ്പോൾ ഇങ്ങനെ അവർ വിൽക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെ വില കുറച്ച് നമുക്ക് വാങ്ങാൻ സാധിക്കും. അപ്പോൾ അത് ഇതുപോലെ നട്ടു കൊടുക്കാം. കുറച്ച് ആന്റി ഫംഗൽ പൗഡർ കൂടി ഇതിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അവസാനം ഇത് കലക്കി ഒഴിച്ചാലും മതിയാവും. അപ്പോൾ നട്ടു വച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അതിനുശേഷം നല്ല രീതിയിൽ തണലുള്ള സ്ഥലത്ത് വെക്കുകയും അതുപോലെ തന്നെ ഇതിന്റെ ഇലകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുക. നമുക്ക് ഇതിന്റെ പഴയ ഇലകളൊന്നും ആവശ്യമില്ല. ഇത് വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5-6 ദിവസത്തിനുള്ളിൽ തന്നെ നല്ല പുതിയ ഇലകളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇലകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാം. ഇപ്പോൾ വാങ്ങുമ്പോൾ നല്ല രീതിയിൽ വാടിയൊക്കെ ഇരിക്കും, അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതിന്റെ ഇലകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ തണലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വേരൊക്കെ വരും. ഞാനിപ്പോൾ അത് നട്ടതിന് ശേഷമാണ് ആന്റി ഫംഗൽ പൗഡർ ഉപയോഗിക്കുന്നത്. സാഫാണ് ഉപയോഗിക്കുന്നത്. സാഫ് ഒരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അഴുകൽ രോഗമൊന്നും വരികയില്ല. ചെടി നല്ല രീതിയിൽ തന്നെ വേരൊക്കെ പിടിച്ച് വളരുന്നതായിരിക്കും. നമുക്കിതിൻ്റെ വലിയ ഇലകളൊക്കെ നമുക്ക് വെട്ടിക്കളയാം. കാരണം അവയൊക്കെ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വലിയ ഇലകളൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞ് നിർത്താം. പുതിയ ഇലകൾ 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വരുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ചെടികൾ നമുക്ക് ഇതുപോലെ ലാഭത്തിന് കിട്ടുകയാണെങ്കിൽ അത് 4 എണ്ണം 100 രൂപയ്ക്കൊക്കെ കിട്ടും. 4ഉം 5ഉം ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ വെട്ടി നിർത്തുക. ആ പുതിയ ഇലകളൊക്കെ ചെറുതായിട്ട് വരുന്നത് കണ്ടോ. അപ്പോൾ അത് വളർന്ന് വന്നോളും. ഏകദേശം ഒരു 2 ആഴ്ച വേണ്ട, 2 ആഴ്ചയൊന്നും വേണ്ട, അതിന് മുൻപ് തന്നെ നല്ല രീതിയിൽ ഇതിലെ ഇലകളൊക്കെ വരും. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഞാൻ ഇത് കാണിച്ചു തരാം. കണ്ടോ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ പുതിയ ഇലകളൊക്കെ വന്നു കഴിഞ്ഞു. നമുക്ക് ഇനി ഇത് ചെറിയ വെയിലത്തോട്ട് മാറ്റി വയ്ക്കാം.
ഒന്നില് ഫ്ലവറും ഉണ്ടായിട്ടുണ്ട്. ഇത് വെള്ള ഫ്ലവറാണ്. ഈസി ആയിട്ട് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ കഴിയും. വലിയ വിലയൊന്നും കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.